ഒരുപക്ഷെ വളരെ എളുപ്പം പരിഹാരം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ചുറ്റും നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? എനിക്ക് തോന്നിയിട്ടുള്ളത് ആരോഗ്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് ആളുകൾ അറിവില്ലായ്മ കൊണ്ട് മാത്രം ജീവൻ പോലും പോകാവുന്ന തരത്തിലുള്ള റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബൾക്കായിട്ട് പാവയ്ക്ക് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ഷുഗർ വരില്ല എന്ന് വിശ്വസിച്ച് അത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആ തിരുവനന്തപുരം നഗരത്തിൽ ആളുകൾ സ്ഥിരം ജോഗിങ്ങിനൊക്കെ വരുന്ന സ്ഥലമാണല്ലോ മ്യൂസിയം കോംപ്ലക്സ് എന്ന് പറയുന്നത്. മ്യൂസിയത്തിൻ്റെ ആ കോമ്പൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ രാവിലെ വളരെ തകൃതിയായിട്ട് ഇങ്ങനെയുള്ള ABC ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാം സേഫ് ആണെന്നൊരു ധാരണ നമുക്കുണ്ട്. പാവയ്ക്കയിൽ കയ്പുണ്ടാക്കുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള രാസവസ്തുവാണ്. നമ്മൾ സാധാരണ രീതിയിലൊരു കറി വെക്കുമ്പോൾ പാവയ്ക്ക ഉപയോഗിക്കുമ്പോൾ വളരെ ചെറിയ അളവിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഡോസ് മേക്സ് ദ പോയ്സൺ എന്നാണ്. ആ ടോക്സിക് പാവയ്ക്കയിൽ നമുക്ക് ഗുണമുള്ള കാര്യങ്ങളും ഒരുപാടുണ്ട്. പക്ഷെ താരതമ്യേന നമ്മളൊരു കറി വയ്ക്കുമ്പോൾ, വീട്ടിലെ ഒരു പാചകത്തിന് നമ്മൾ പാവയ്ക്ക വെച്ചൊരു കറി ഉണ്ടാക്കുമ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള സംഗതി വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതങ്ങ് ശരീരം അങ്ങ് പ്രോസസ്സ് ചെയ്തോളും. കിഡ്നിക്ക് അറിയാം അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. പക്ഷേ ഇത് ബൾക്കായിട്ട് ഈ വലിയ അളവിൽ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അതല്ല സംഭവിക്കാൻ പോകുന്നത്. അത് ഷുവറായിട്ടും നമ്മുടെ കിഡ്നിക്കും ഒക്കെ വലിയ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കിഡ്നി, ലിവർ, പക്ഷേ നമ്മളെ വയറ്റിലേക്ക് എടുക്കുന്ന, നമ്മൾ വായിലൂടെ അകത്തേക്ക് എടുക്കുന്ന സംഗതികൾ ഏറ്റവും കൂടുതൽ പണി കൊടുക്കാൻ പോകുന്നത് കിഡ്നിക്കും ലിവറിനുമാണ്. അപ്പോൾ അവർ രണ്ടുപേരാണ് ഈ ഭാരം മുഴുവൻ വഹിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കിഡ്നി ഡോക്ടറോടോ ലിവർ ഡോക്ടറോടോ ചോദിച്ചാൽ അറിയാം, പച്ചമരുന്ന് എന്നുള്ള സംഗതി പല പർപ്പസിന് വേണ്ടിയിട്ട് അരച്ച് കലക്കി സമൂലമൊക്കെ കുടിച്ചിട്ട് കിഡ്നി ഡാമേജായി ട്രാൻസ്പ്ലാന്റേഷൻ വരെ പോകുന്ന ഒരുപാട് കേസസ് സൈലൻ്റായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ഒന്നും ശാസ്ത്രീയമായിട്ടുള്ള അവബോധം ഇല്ല. പല ആളുകളും മോഹ സിദ്ധാന്തങ്ങളിലൊക്കെ വീണു പോവുകയാണ്. പലതരം തെറാപ്പികൾ, അടിസ്ഥാനപരമായിട്ട് ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു സ്കൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ആ അറിവ് എങ്ങും എത്തുന്നില്ല.